എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 103 സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ. സങ്കീർത്തനം 103 3-4 വാക്യങ്ങൾ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 103 സങ്കീർത്തനം കൃപയും കൃതജ്ഞതയും നിറഞ്ഞ കീർത്തനമെന്ന് കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ പങ്കുവച്ചു. അതുകൊണ്ട് ദൈവം മുൻപാകെ നമ്മുടെ നന്ദി അറിയിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, എന്തിനു വേണ്ടി ആയിരിക്കണം എന്ന ചിന്തയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കൃതജ്ഞത ഒരിക്കലും ഉപരിപ്ലവമാകരുത്. കൃതജ്ഞതാ സമർപ്പണം കേവലം അധരജൽപ്പനമായി അധപ്പതിക്കാൻ പാടില്ല. അത് സർവാത്മനാ നിർവഹിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ സർവ്വ അന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക എന്ന്. ഹൃദയവും ബോധവും പതിയാതെ അധരങ്ങൾ കൊണ്ട് സ്തോത്രം എന്ന് ഉച്ചരിക്കുകയല്ല. മനസ്സും ചിന്തയും ഇച്ഛാശക്തിയും എല്ലാം വ്യാപരിച്ച് ബോധപൂർവമായി സ്തോത്രം ചെയ്യുന്ന അനുഭവം ഉണ്ടാകണം. ഹൃദയത്തിൽ നിന്നുയരുന്നതും അധരത്തിൽ നിന്ന് മാത്രമായി ഉയരുന്നതുമായ സ്തോത്രത്തിന് വളരെ വ്യത്യാസമുണ്ട്. ദീർഘമായ പ്രാർത്ഥനയേക്കാൾ ഹൃദയംഗമമായി നടത്തുന്ന ഹ്രസ്വമായ പ്രാർത്ഥനയാണ് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളത്. നമ്മുടെ വിശുദ്ധ ആരാധനകളിൽ ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം എന്ന ആഹ്വാനമുണ്ട്. നമ്മുടെ ബോധങ്ങളും ഹൃദയങ്ങളും വിചാരങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പകരുന്ന അനുഭവമാണ് ആരാധന. അങ്ങനെ നമ്മുടെ ആന്തരിക ഭാവങ്ങളും ചേതനകളും കർത്തൃസന്നിധിയിൽ ഏകാഗ്രമാക്കിയതിന് ശേഷമാണ് സ്തോത്രം അർപ്പിക്കുന്നത്. അത് യുക്തവും ന്യായവുമാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശബ്ദമുഖരിതമായ സ്തോത്രമല്ല, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന സ്തുതിയും സ്തോത്രവുമാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ സ്തോത്രം അല്ലെങ്കിൽ സ്തുതി അർപ്പിക്കുന്നത്? ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നതിനെ ഓർത്താണ് സ്തോത്രം അർപ്പിക്കുന്നത്. അത് എന്തൊക്കെയാണ്? കുറേ കാര്യങ്ങൾ ഈ വേദഭാഗത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ആത്മാവിനും ശരീരത്തിനും ലഭിക്കുന്ന നന്മകളാണ്. ഒന്നാമത് കാണുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ആത്മാവിന് ലഭിക്കുന്ന ഈ കൃപയാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റ് കൃപകളൊന്നും അനുഭവിക്കാൻ സാധ്യമല്ല. പാപങ്ങൾ മോചിക്കപ്പെട്ട അനുഭവത്തിലാണ് ശാരീരിക സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നത്. ഇന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം കുറ്റബോധത്തിൽ നിന്നുള്ള മോചനമാണ്. നീറിപ്പുകയുന്ന ഹൃദയങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ പാപമോചനം വഴിയുള്ള ആശ്വാസം ആവശ്യമുണ്ട്. തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് അവൻ്റെ തളർച്ചയ്ക്ക് പരിഹാരം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ആദ്യം അവനോട് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. ശാരീരികമായ സൗഖ്യം സംപ്രാപ്യമാക്കുന്നതിനു മുൻപ് പാപമോചനത്തിൽ കൂടി ആന്തരിക സൗഖ്യം അവൻ പ്രാപിക്കേണ്ടിയിരുന്നു. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ ആധുനിക വൈദ്യശാസ്ത്രവും അംഗീകരിക്കുന്നു. പാപമോചനത്തിനൊരു വ്യവസ്ഥയുണ്ട്. അനുതാപപൂർവം പാപങ്ങൾ ദൈവം മുൻപാകെ ഏറ്റുപറയുക.
നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1 അധ്യായത്തിൽ നമ്മൾ വായിക്കും. രണ്ടാമത്, സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. പഴയ നിയമത്തിൽ യഹോവ സ്വയം വെളിപ്പെടുത്തി, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, യഹോവ റാഫി. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പരിപാടിയിൽ രോഗികൾക്ക് സൗഖ്യം നൽകുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവൃത്തിക്കായി അയക്കുമ്പോഴും രോഗികളെ സുഖപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തു. അവർ അനേകം രോഗികൾക്ക് എണ്ണ പൂശി സൗഖ്യം വരുത്തി. മർക്കോസ് എഴുതിയ സുവിശേഷം 6 അധ്യായത്തിൽ. ക്രിസ്തീയ സഭ ഈ സൗഖ്യദാനത്തിന് എന്നും പ്രാധാന്യം നൽകിയിരുന്നു. ആധുനിക മെഡിക്കൽ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ദൗത്യബോധത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. രോഗസൗഖ്യത്തിന് പ്രാർത്ഥനയോടൊപ്പം ഔഷധങ്ങളെയും സഭ പ്രയോജനപ്പെടുത്തുന്നു. കർത്താവ് തന്നെയും പിറവിക്കുരുടനെ സുഖപ്പെടുത്തുമ്പോൾ മണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി അത് ഒരു ലേപനമായി കണ്ണിൽ പൂശുകയായിരുന്നു. ഔഷധ മൂല്യങ്ങളിൽ ശക്തിയെ വസിപ്പിക്കുന്നത് ദൈവമാണ്. ദൈവം ഔഷധങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും സൗഖ്യം വരുത്തിയത് ഇന്ന് സഭയ്ക്ക് ഒരു മാർഗദർശകമാണ്. അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഭവബോധ്യമുള്ള യാഥാർത്ഥ്യമായിരിക്കണം. ദൈവമേ, നീ എൻ്റെ ദൈവം. ഇത് ഈ പുസ്തകത്തിൽ രോഗങ്ങളുടെ 13 എപ്പിസോഡുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായ രോഗങ്ങൾ. അവയിൽ നിന്നെല്ലാം അത്ഭുതകരമായി ദൈവം സൗഖ്യം നൽകി. മറ്റൊരു കാരണം മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. നിന്റെ ജീവനെ അവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. മറ്റൊരു പരിഭാഷയിൽ നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാണ് POC ബൈബിളിൽ. മൂലഭാഷയിൽ അഗാധ കൂപം എന്നാണ് രേഖപ്പെടുത്തുന്നത്, ദ പിറ്റ്. അത് പാതാളത്തിൻ്റെ വിശേഷണമാണ്. പാതാളം മരണത്തെ അഥവാ നാശത്തെ സൂചിപ്പിക്കുന്നു. മരണത്തിൽ നിന്നുള്ള ഉദ്ധാരണമാണ് സങ്കീർത്തനക്കാരൻ പരാമർശിക്കുന്നത്. ഇത് യേശു ക്രിസ്തുവിൽ കൂടി സാധ്യമാകുന്ന അനുഭവമാണ്. അവിടുന്ന് മരണത്തിൻ്റെ ശക്തിയെ കെടുത്തി ജീവനിലേക്ക് നമ്മെ നയിക്കുന്നു. തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. എബ്രായ ലേഖനം 2 അധ്യായത്തിൽ. അതുകൊണ്ട് ദൈവമായ കർത്താവ് സകല രോഗങ്ങളെയും വിടുവിക്കുകയും മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്യുന്നു എന്ന വലിയ ബോധത്തോടെ, അനുഭവത്തോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ മായ്ച്ചു കളഞ്ഞു എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാവിധ നാശത്തിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. പാപമരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന് ദൈവം നമ്മുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ വായിച്ചറിഞ്ഞ സത്യങ്ങളെക്കാൾ, വ്യാഖ്യാനങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് എന്തിനെല്ലാം എങ്ങനെയെല്ലാം ദൈവത്തിന് നന്ദി പറയണമെന്ന് ജീവിതം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഏറ്റവും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോടും മനുഷ്യരോടും ഞങ്ങളുടെ സമൂഹത്തോടും പ്രകൃതിയോടും എല്ലാം നന്ദിയുള്ളവരായി, കടപ്പാടുള്ളവരായി ജീവിപ്പാൻ
ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം, ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ, ഉത്തരവാദിത്വ നിർവഹണങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും പകർന്ന് ഏറെ നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഉപയോഗിക്കണമേ. വ്യത്യസ്തമായ ആവശ്യങ്ങളോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാമീപ്യം, സാന്ത്വനം, തിരുവചനം ഇതേറെ ഔഷധകരമായി എല്ലാവർക്കും അനുഭവവേദ്യമാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ആയുരാരോഗ്യത്തിൻ്റെയും പുതിയ വർഷം അവിടുന്ന് ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും വിടുതലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.